സാറിനെ അവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും പറഞ്ഞു. ഞാൻ ലോക്കപ്പിൽ ആദ്യമായിട്ടായിരുന്നു സാർ. ആ കുഴപ്പമില്ല, ശീലമായിക്കോളൂ. അച്ഛനെ അറിഞ്ഞു കഴിഞ്ഞാൽ. ഡൊമിനിക് സാറേ, എത്ര നാളായി സാറിനെ കണ്ടിട്ട്? മനസ്സിലായില്ലേ? അതെ സാബു ഈ ലോക്കപ്പിലിട്ട് സാറ് കുറെ എന്നെ തല്ലിയിട്ടുള്ളതല്ലേ? മൂലക്കിട്ടുള്ള തല്ലി. മുട്ടായി സാബു. എടാ നിന്നെ കണ്ടു കുറെ നാളായല്ലോടാ. ഒന്ന് തല്ലിയതൊക്കെ നീ നന്നാകാൻ വേണ്ടിയല്ലേ? ഞാൻ നന്നായി സാറേ. എന്റെ ഇടിയൊന്നും വേസ്റ്റ് ആയില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. ഇതിനകത്തന്നെ പരിപാടി. ഇടയ്ക്ക് സാറിനറിയാല, ഒരു വിളിക്കും എന്തെങ്കിലും തന്നിട്ട്. എനിക്ക് ടെൻഷൻ ആകല്ലേ? ഇതൊരു കേസ് അന്വേഷണമല്ലേ, ഇതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ കൂടെ ഇല്ലേ? സാർ ഇതാരുണ്ട് സാറോണെന്നാണ്. ഏതോ പെണ്ണേതാണ് പെടുത്തിയതാണ്. എന്താ ബ്രോയുടെ പ്രോബ്ലം? സ്റ്റോറിയാ? വിളിക്കോ? പത്മനാഭ, നോൺ കോഗ്നിസിബിൾ. നിന്നെന്തിനാ ഇവിടെ കൊണ്ടുവന്നറിയാം? അറിയാം സാർ. എൻ്റെ പേരിലിട്ടിരിക്കുന്നത് IPC സെക്ഷൻ 323 അല്ലേ? പക്ഷെ അതൊരു നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണല്ലോ. സാറിൻ്റെ കയ്യിൽ മജിസ്ട്രേറ്റിന് സ്പെഷ്യൽ ഓർഡർ വല്ലതും ഉണ്ടോ? അത് മാത്രമല്ല, സെക്ഷൻ 41A പ്രകാരം എനിക്കൊരു നോട്ടീസും കിട്ടണം. അതിതുവരെ കിട്ടിയിട്ടില്ല. ഞാനും പുറത്തറിഞ്ഞ സാറ് തിരിച്ച് പീരുമേട് സ്റ്റേഷനിലോട്ട് പോകേണ്ടി വരും. കുറെ കഷ്ടപ്പെട്ട് കിട്ടിട്ടാ. പോലീസ് സ്റ്റേഷൻ കളിച്ചിട്ട് കാണില്ല കേട്ടോ. പത്മനാഭ, നിന്റെ മൊബൈൽ ഉണ്ടായിരുന്നോ? ഇല്ല സാർ, മേടിച്ചു വെച്ചാ. അവനെ ഇറക്കി വിട്. നീ ഇപ്പൊ പൊക്കോ. താങ്ക് യു സാർ. എനിക്ക് ഇനി ആൽബിയുടെ പറയാണെന്നൊരു കാര്യമില്ല കേട്ടോ. ഓ, അരുൺ സാറേ, ഇതിനകത്തുണ്ടായിരുന്നല്ലേ? ഇനി ഈ കേസിൽ നിന്ന് ലോ പോയിന്റ് പറഞ്ഞ് ഊരിപ്പോകുന്ന എങ്ങനെയാന്ന് എനിക്കൊന്ന് കാണണം. IPC 307 വധശ്രമം. അവൻ ഹോസ്പിറ്റലാ. ചക്ക, നിങ്ങളുടെ കൂട്ടുള്ളതാണ്. ഇതെന്താ മുതലെന്ന് എനിക്കറിയാം. സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ അനക്കത്തില്ലായിരുന്നു. അവസാനം ഒരു കള്ള സർട്ടിഫിക്കറ്റ് കേസിൽ ജോലി അങ്ങ് പോയി. ഇയാളുടെ കൂടെ കൂടി ജയിലിൽ കയറാതുള്ള ഭാവിയും കൊണ്ട് എത്ര പെട്ടെന്ന് വീട്ടിൽ പോകണം കേട്ടോ. ഹോസ്പിറ്റലിൽ പോയി ആ ആൽബിയുടെ മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. മറ്റൊന്നെ നിയമം പറഞ്ഞ് രക്ഷപ്പെടുത്തിയല്ലേ, നമുക്ക് കുറച്ച് നിയമം പഠിപ്പിക്കാം. Come, hurry up. വാ. സാറേ, സാറിന് പോവാം. ഞാനോ? തനിക്കും. സാറേ, അവർക്ക് പരാതിയൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. സാറേ എൻ്റെ ആ ID കിട്ടിയ തിരക്കുണ്ടായിരുന്നു. എന്തേടോ സാർ, ഈ കാർഡ് വെച്ചാണ് പുള്ളിയുടെ കളി മുഴുവൻ. ഇനിയും താൻ എവിടെയെങ്കിലും പോയി ഈ CI ഡൊമിനിക് കാർഡ് ഇറക്കിയെന്ന് ഞാൻ അറിഞ്ഞ. പോലീസ് യൂണിഫോം ഇട്ടാലും ഇല്ലേലും ഞാൻ CI ഡൊമിനിക് തന്നെ അത്ര. സാറെന്നല്ല ഇനി ആരും വിചാരിച്ചാലത് മാറ്റാൻ പറ്റില്ല ഒരിക്കലും. കാരണം ഞാൻ ചാൾസ് മകൻ ഈനാശു ഡൊമിനിക്കാണ്. CI ഡൊമിനിക് മാറ്റാമെങ്കിൽ മാറ്റും. അച്ഛാ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ശ്രമിക്കുമായിരുന്നു. റിങ് ആവുന്നില്ലായിരുന്നു. ഞാൻ ഒരു ഫ്രണ്ട് വീട്ടിലാ. ലേറ്റായിപ്പോയി. രാവിലെ എത്തിയേക്കാൻ. ഓക്കെ അച്ഛാ, ശരി.
കാണാതാവുന്ന തലേ ദിവസം ഷി വാസ് വെരി റെസ്റ്റ്ലെസ്. അവളുടെ പഴയ ബോയ്ഫ്രണ്ടിനെ കാണാൻ എവിടെയോ പോകുന്നെന്ന് പറഞ്ഞായിരുന്നു. അത്രയും നാളും ഹാപ്പി ആയിരുന്ന പൂജയെ അല്ല ബ്രേക്കപ്പിന് ശേഷം കണ്ടത്. ഇതുപോലെ കൊണ്ടൊരു കേസിൽ ഞാൻ ഒരു പാസ്വേഡ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. സൈബർ സെല്ലുകാർ 3 ദിവസം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നിട്ടാണില്ല. അവസാനം എസ് പി എന്നെ വിളിച്ചു. ഞാൻ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത കഥയും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇത് നോക്കടാ. സർ വാപ്പച്ചീസ് ലെഗസി എന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അല്ല, ഒരിത്തിരി പാടാ. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ. കിട്ടി. പാസ്വേഡ് അടിച്ചേ. പൂജ 1 2 3 സിമ്പിൾ. സർ ഏകദേശം 2 വർഷം മുമ്പ് പൂജ യൂസ് ചെയ്തിരുന്ന മെമ്മറി കാർഡായിരുന്നു. പക്ഷേ ഇതിൽ പൂജയ്ക്ക് ആ സമയം അഫയർ ഉണ്ടായിരുന്ന കാർത്തികിന്റെ യാതൊരു ഫോട്ടോസും ഇല്ല. മേബി ആ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള യാതൊരു ഓർമ്മയും അവശേഷിക്കാൻ പൂജ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇയാളെ പറ്റിയുള്ള ഒരു ഐഡന്റിറ്റിയും പുറം ലോകം അറിയരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാരും വിളിച്ചാലും ഫോൺ എടുക്കാതെ തന്നെ തിരക്കുള്ള ബോയ്ഫ്രണ്ട്. കാർത്തിക് എന്താ എന്നെ കാണാൻ തോന്നാൻ? അതും ഇവിടെ such a nice place. How did you guess? You're still shooting a what? എല്ലാരും കാണട്ടെ. വിളിച്ചാലും ഫോൺ എടുക്കാതെ തന്നെ തിരക്കുള്ള ബോയ്ഫ്രണ്ട്. എന്ന് ആളുകൾ മുറവിളി കൂട്ടുന്ന ഈ കാലത്ത് മൂലക്കട പഞ്ചായത്തിലെ വായനശാല മെമ്പർ ചൊക്കനാട് ഗോപി ഉദ്ഘാടനം ചെയ്തു. മൂലക്കട പഞ്ചായത്ത് അതെവിടെയായി? This must be in and around Munnar. Now the date. Mrs. Madri, do you have a Facebook account? I do. മാധുരി 1 2 3 ആയിരിക്കും പാസ്വേഡ്. ഒന്ന് പോടാ. Of course not. എന്റെ പാസ്വേഡ് ആർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല. നോക്കാം. I'll crack your password. Okay. It's a challenge. Challenge. ചൊക്കനാട് ഗോപി. കണ്ടുപിടിച്ചു. ഇയാളെ ജീവചരിത്രം മുഴുവൻ ഇതിനകത്തുണ്ടല്ലോ. വായനശാല ഉദ്ഘാടനം. യെസ്, 2021 December 31st. Sorry, I'm calling this late. No problem, sir. I was working anyway. എനിക്ക് പൂജയും കാർത്തികനെയും കുറിച്ച് ചില കാര്യങ്ങളോട് അറിയാനുണ്ട്. അന്ന് പൂജ ലീവ് തന്നെയായിരുന്നു സർ. ആ ന്യൂ ഇയറിന് എവിടെയോ ട്രിപ്പ് പോവാണെന്ന് പറഞ്ഞായിരുന്നു. ആ ട്രിപ്പിന് ശേഷമാണ് അവരുടെ ബ്രേക്കപ്പും ആയത്. ആ ബ്രേക്കപ്പിന്റെ റീസൺ എന്തെങ്കിലും പൂജ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അന്ന് നമ്മൾ ഒരുമിച്ച് താമസിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്ലസ് അവർക്ക് അതിനെ പറ്റി സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര ഗ്ലൂമി ആയിരുന്നു പൂജ. അവരെപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണത്തിന് വേണ്ടി വഴക്കിട്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. വഴക്ക് ഒരു പ്രാവശ്യം കാർത്തികിന്റെ ഒരു എക്സ്പെൻസീവ് സാരി കണ്ടായിരുന്നു. പൂജ സാരീസ് ഒന്നും എടുക്കാറില്ല. സോ ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ കാർത്തിക് എന്തോ കള്ളം പറഞ്ഞു. പൂജ വാസ് വെരി അപ്സെറ്റ്. ഓക്കെ, താങ്ക്സ്. സോ ജാനുവരി 10 വെനസ്ഡേ രാവിലെ പൂജ വീട് വിട്ടിറങ്ങുന്നത് 2 വർഷം മുമ്പ് ബ്രേക്കപ്പായ ഇപ്പോൾ ടച്ചില്ലാത്ത പഴയ കാമുകനെ കാണാൻ വേണ്ടിയാണ്. And she went missing. So he is the key player here.
നമുക്ക് അവനെ ആദ്യം കണ്ടുപിടിക്കണം. ഓൾ റോഡ്സ് ലീഡ് ടു മുന്നാർ മൈ ബോയ്.